ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:1. ആരാണ് ആ വചനം? കർത്താവായ യേശു ക്രിസ്തു. ആ വചനം ദൈവമായിരുന്നു. ആ വചനമാണ് മാംസം ധരിച്ച് ഈശോയായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത്. ആ യേശുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, യേശുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും, യേശുവിനെ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങളിൽ ആ കൃപ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ആ കൃപയുണ്ട്. അപ്പം ഇന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞ ആ ദൈവത്തിൻ്റെ കൃപയെ, ആ കൃപയ്ക്കായിട്ട് നമ്മൾ നന്ദി പറയുമ്പോഴാണ് ആ കൃപയുടെ അനുഗ്രഹ ഫലങ്ങൾ നമുക്ക് അനുഭവിക്കുവാനിടയായിത്തീരുന്നത്. പലപ്പോഴും നമുക്ക് ലഭിച്ചതിൻ്റെ വലിപ്പത്തെ നമുക്കറിയാൻ മേല. ഞാൻ ചെറുപ്പത്തിൽ നമ്മൾ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണെന്ന് പറഞ്ഞ് ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ ഒരു +2 ഒക്കെ പഠിക്കുന്ന സമയം മുതൽ എല്ലാവരും പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ വേണ്ടി തുടങ്ങി, പഠിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഓസ്ട്രേലിയയിലൊക്കെ പോയ വ്യക്തിയാണ്. അവിടെ 5-6 വർഷം അവിടെ ജീവിച്ചു. പിന്നെ തിരിച്ച് നാട്ടിൽ വന്നിട്ട് അയർലൻഡിലും 10 വർഷത്തിന് മുകളിലായി. അപ്പം അന്നൊക്കെ നമ്മുടെ മനസ്സിൽ നാടിനെക്കുറിച്ചൊരു ഒരു പുച്ഛം പലപ്പോഴും ഉണ്ടായിരുന്നു. പുച്ഛം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിലൊന്നുമില്ല, ഇത് ഇവിടെയൊക്കെ ഈ ചക്കയും മാങ്ങയും ഈ നമ്മുടെ പേരക്കായും ഇതൊക്കെ ഉള്ളൂ, ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല, പാശ്ചാത്യ രാജ്യങ്ങളിലാണ് വളരെ നല്ലത് എന്ന് ചിന്തിച്ച് അതിൻ്റെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ആ ബ്യൂട്ടി ആദ്യത്തെ 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ കഴിഞ്ഞപ്പം ഇന്ന് പല യൂത്തിൽ പിള്ളേരെ പോലെ നാടിനെ പുച്ഛമാണ്. പക്ഷേ കാലം തെളിയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു 5 വർഷം 6 വർഷം ഇപ്പം 10 വർഷം മുകളിലായി ഈ രാജ്യത്ത് തന്നെ. ആ വർഷം എല്ലാം 5-6 വർഷം 10-16 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരു കാര്യം മനസ്സിലായി. അതായത് നമ്മുടെ നാട് തന്നെയാണ് നമുക്ക് കിട്ടിയ ആ നാടിൻ്റെ ഒരു ബ്യൂട്ടി. അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ജനിച്ച നാടിൻ്റെ ഒരു ബ്യൂട്ടിക്ക്. ഇപ്രാവശ്യം എൻ്റെ ഫാദറിലോ മരിച്ച് നാട്ടിൽ വന്നിട്ട് ഇങ്ങോട്ടൊന്നും മടങ്ങി വരാൻ പോലും താല്പര്യമില്ലായിരുന്നു. അപ്പം ഞങ്ങൾ പരസ്പരം, ഞാനും എൻ്റെ വൈഫും ഞങ്ങളിങ്ങനെ പറയുകയായിരുന്നു, ദൈവം ഞങ്ങളെ ജനിപ്പിച്ച നാട് എത്രയോ മനോഹരമാണ്. പലപ്പോഴും നമുക്ക് കിട്ടിക്കഴിഞ്ഞതിന് നമുക്കൊരിക്കലും നന്ദിയില്ല. നമുക്ക് കിട്ടാത്തതിനായിട്ട് നമ്മളിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇന്ന് ദൈവസന്നിധിയിൽ, ഇന്ന് വീട്ടിൽ നിങ്ങൾക്കൊരു ബൈബിള് നിങ്ങൾക്ക് വായിക്കാനായിട്ടുണ്ടെങ്കിൽ എത്രയോ പേര് അതിനുവേണ്ടി ജീവൻ കൊടുത്തെന്നറിയാമോ? നമ്മുടെ കയ്യിൽ, നമ്മുടെ വീടുകളിൽ ഈ ബൈബിൾ എത്താൻ വേണ്ടി എത്രയോ രക്തസാക്ഷികളുണ്ടായെന്നറിയാമോ? അതിൻ്റെ വലിപ്പം എത്രയോ വലുതാണ്. യേശുവിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് സൗജന്യമായി ലഭിക്കുകയാണ്. വചനത്തിൻ്റെ ശക്തി നമ്മുടെ ഭവനത്തിലേക്ക് സൗജന്യമായി കടന്നു വരികയാണ്. സൗജന്യമായി അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുകയാണ്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നമുക്ക് കിട്ടിക്കഴിഞ്ഞ ആ കൃപയുടെ വലിപ്പത്തെ നമ്മളൊന്ന് മനസ്സിലാക്കി അതിനായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്കുള്ളത് വർദ്ധിക്കുവാനിടയായിത്തീരും. 5 അപ്പം കൊണ്ട് ദൈവം 5000 പേരെ പോഷിപ്പിച്ചു, അല്ലേ? ആ പോഷിപ്പിക്കുന്ന ആ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വെളിപ്പെടട്ടെ, നിറയപ്പെടട്ടെ. വിദേശത്ത് പോകുന്നതും ജോലിക്കായി പോകുന്നതൊക്കെ അത് തെറ്റാന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. കർത്താവ് ശിഷ്യന്മാരെ ലോകമെങ്ങും അയച്ചു. എൻ്റെയൊക്കെ വേദപാഠം പഠിച്ച ആ ഒരു ബാച്ച്, എൻ്റെ കൂടെയുള്ള എല്ലാവരും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലായിട്ട് ചതറിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് വിട്ടെന്ന് ആയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഞങ്ങളൊക്കെ അന്ന് ഈ 80s 90s പിള്ളേരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞങ്ങൾക്കാണ് ഏറ്റവും ബെസ്റ്റ് ഒരു വേദപാഠം അതിൻ്റെ ഒരു പെർഫെക്ഷനിൽ കിട്ടിയ ഒരു ഗ്രൂപ്പാണ്. ഞങ്ങളുടെ മുമ്പുള്ള പേരൻസിൻ്റെയൊക്കെ ആ ഒരു ടൈമിലും പിന്നെ ഇപ്പോഴുള്ള ജനറേഷനും അത്രയ്ക്ക് സ്ട്രോങ് ആണെന്ന് അറിയാൻ പറ്റും. പക്ഷേ ഞങ്ങളുടെ ആ ഒരു 12 വർഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിശ്വാസ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു 12 വർഷം ഞങ്ങൾക്ക് കിട്ടി. സീറോ മലബാറിലും ലാറ്റിനിലും ഒക്കെ ഉള്ളവർ, സീറോ മലബാറായിരുന്നു ഞങ്ങൾ. അപ്പോൾ അത് വളരെ ഫോക്കസ്ഡായിട്ട് കിട്ടി. മാത്രമല്ല ആ ജനറേഷനിൽ പെട്ട ആൾക്കാരെ ദൈവം ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് അയച്ചു. ആഫ്രിക്കയിലും അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലൊക്കെ സെറ്റിൽഡ് ആവുകയും ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ട്, ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ ഈശോയുടെ സാക്ഷ്യമായിട്ട് നമുക്ക് കിട്ടിയ വിശ്വാസം നമ്മൾ പോലും അറിയാതെ ഈ ജോലിക്കായിട്ട് പോയിട്ടുള്ള നേഴ്സുമാരും സോഷ്യൽ വർക്കേഴ്സും കെയറേഴ്സും ഒക്കെ പങ്കുവെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പലപ്പോഴും മാസിനെ യുക്കരിസ്റ്റിക് മിനിസ്റ്ററായിട്ടും അല്ലെങ്കിൽ പല രീതിയിൽ ചിലപ്പോൾ ഈശോയുടെ ഒരു ഫോട്ടോ കൊടുക്കുന്നതിലൂടെയാണ്. അതുപോലെയൊക്കെ ഒരുപാട് പേരെ ഈശോ ഉപയോഗിച്ചു
ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് ലോകം മുഴുവനും ദൈവം തൻ്റെ മക്കളെ അയച്ചതും. പക്ഷെ അപ്പോൾ തന്നെ ഇപ്പോൾ ഞാൻ ഒരുപാട് പേരോട് സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. പഴയ നമ്മുടെ ആ ഒരു എന്താ പറയുക, നാട്ടിൽ നമുക്ക് കിട്ടിയ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം അത് വലുതാണ്. അപ്പം ഒരുപാട് പേര് ഇപ്പം തിരിച്ച് നാട്ടിലോട്ട് മടങ്ങി വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി ഒരു സർട്ടൺ പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞപ്പം ദൈവം വഴിത്തിരിവാണ്, തിരിച്ച് മടക്കിക്കൊണ്ടുവരും. എന്തിനാ? ദൈവം മനസ്സിലാക്കുവാണ് ആ റൂട്ട്സിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്, ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പാശ്ചാത്യ ലോകവും മറ്റ് രാജ്യങ്ങളും മോശമെന്നല്ല പറയുന്നത്, റൂട്ട്സിനൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇന്നിത് പറയാൻ കാരണം, നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ വീട്ടിലിരിക്കുന്ന ബൈബിൾ തുറന്ന് നമ്മൾ വായിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞ ആ കൃപയുടെ അഭിഷേകത്തെ നമുക്ക് നിറയാൻ പറ്റും. ഓൾറെഡി നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഉറവയുണ്ട്. ഓടി നടക്കേണ്ട വീട്ടിൽ തന്നെ ആ ഉറവയുണ്ട്. ആ ഉറവയിൽ നിന്ന് ഇന്ന് ജലം സ്വീകരിക്കുക, ദൈവത്തിൻ്റെ ജീവൻ്റെ ജലം സ്വീകരിക്കുക, ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെടുക. ആ കിട്ടിക്കഴിഞ്ഞ കൃപയ്ക്കുള്ളിൽ നിന്ന്, അവൻ്റെ യേശുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ആ കൃപ സ്വീകരിച്ച് യാത്ര തുടരാം. കർത്താവ് അയക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷ്യമായിട്ട് കടന്നു പോകാം. അപ്പോൾ തന്നെ നമ്മുടെ ഡ്വെല്ലിംഗ് പ്ലേസ് എന്നുള്ളത് നമ്മുടെ ആ റൂട്ട്സാണ്. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയാണ്, അവൻ്റെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയാണ്. അപ്പോൾ ആ റൂട്ട്സിനോട് ചേർന്ന് നിന്ന് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാം. ഗോഡ് ബ്ലസ് യു. പരസ്പരം പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള നമ്മുടെ ഫ്യൂച്ചർ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാകും. അതെല്ലാം ദൈവത്തിൻ്റെ വഴിത്തിരിവുകളാണ്. ആരൊക്കെയോ നിരാശപ്പെട്ട് എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. നാട്ടിലോട്ട് മടങ്ങിപ്പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഇതെന്തിനു വേണ്ടി ഈ മെസ്സേജ് ഇന്ന് എന്നെക്കൊണ്ട് ദൈവം പറയിപ്പിക്കുന്നതെന്ന് അറിയാൻ മേല. പക്ഷേ ഇത് പറയിപ്പിക്കുന്നത് കുറേ വ്യക്തികൾക്ക് വേണ്ടിയാണ്. നിരാശപ്പെടരുത്. അത്ഭുത മന്ത്രിയാകുന്ന യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തീകരിക്കും, ശക്തിപ്പെടുത്തും. നിരാശപ്പെടരുത്. ധൈര്യമായിട്ട് മുൻപോട്ട് പോവുക. ദൈവം നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകും, അനുഗ്രഹിക്കും, ശ്രേയസ്സും മാന്യതയും നൽകും. മനുഷ്യർ നൽകുന്ന പോലെയല്ല, ദൈവം ഉയർത്തുമ്പോൾ ആർക്കും അതിനെ തടുത്തു നിർത്തുവാൻ സാധിക്കുകയില്ല. ഗോഡ് ബ്ലസ് യു.